ഇത് വാഴയ്ക്ക് വളം കൊണ്ട് പോണ വഴിയിലൊന്ന് വെച്ചെന്നുള്ളൂ ഈ മതിലിൽ. കാരണം നല്ല വെയിറ്റാണ്, ഒരു 60 കിലോ ഉണ്ടാവും നനഞ്ഞാറിനെ. അപ്പോൾ പണ്ടൊക്കെ ഈ ഭാരം വെക്കാനായിട്ട് ചുമട് താങ്ങിണ്ടായിരുന്നു. ഈ റോഡരികളൊക്കെ പണ്ടത്തെ പാതയോരം ഉണ്ടല്ലോ, ഈ മൺപാതയുടെ സൈഡിൽ തന്നെ 2 കരിങ്കല്ല് ഇങ്ങനെ കുത്തി നിർത്തും. അതിൻ്റെ മുകളിലൊരു കരിങ്കല്ല് ക്രോസ് ആയിട്ട് വയ്ക്കും. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ ഭാരം കയറ്റി വയ്ക്കുക. അതാണ് ഭാരം താങ്ങി. അപ്പോൾ ഇത് കണ്ട, ഈ വാഴയ്ക്ക് ഇപ്പോൾ ആട്ടുംകാട്ടം അല്ലെങ്കിൽ ചാണകം ഇടേണ്ട, വളം ഇടേണ്ട സമയമായി. 3-4 ഇല വരുമ്പോഴാണ് നമ്മൾ ഈ ഏത്തവാഴയ്ക്ക് നേന്ത്രവാഴയ്ക്ക് വളം ഇട്ട് കൊടുക്കുക. കണ്ടോ? അപ്പോൾ അതിൻ്റെ ചുറ്റിനും ഒരു ചട്ടി ചാണകം ഇട്ട് കൊടുത്തേക്കണം. ചാണകപ്പൊടി ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. അടിപൊളി ചാണകമാണ്. അപ്പം ഇത് ഒരു ചട്ടിക്ക് ഇന്നത്തെ വില 40 രൂപ വരും. അപ്പം നമ്മൾ ഇന്ന് ഒരു ചട്ടി ഇടും, ഇനി ഒരു 2-3 മാസം കഴിയുമ്പോൾ ആദ്യം ഒരു ചട്ടി കൂടി ഇടും. അപ്പോൾ 80 രൂപ. ഒരു കുഴി കുത്താൻ നമുക്ക് ചിലവ് 20 രൂപ. ഹിറ്റാച്ചി ഉണ്ട് കേട്ടോ, ഹിറ്റാച്ചി. പിന്നെ ഈ വാഴക്കണ്ണിന് ഇന്ന് ചാലക്കുടി, പിന്നെ നമ്മുടെ അഡ്ലക്സില് അതിൻ്റെ അവിടെ ഉണ്ട് വിൽപ്പന. അവിടെയൊക്കെ 14 രൂപയ്ക്ക് എത്ര ഏത്തവാഴക്കണ്ണ് വേണമെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് ഡയറക്റ്റ് വന്നിട്ട് അവർ സെയിലാണ്. അപ്പോൾ നമുക്ക് 94 ഇനി ഇതിന് വളം ഒന്ന് മണ്ണൊക്കെ ഇട്ടിട്ട് 2-3 മാസം കഴിയുമ്പോൾ ആദ്യം ഇതുപോലെ തന്നെ വളമിടും. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും, നനയ്ക്കേണ്ടി വരും. അപ്പം നമുക്കൊരു 150 രൂപ ചിലവാവുള്ളൂ. അത് കണ്ടിട്ട് ഫുള്ള് ലാഭം ആവില്ല കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് വാഴ കഴിയുമ്പോൾ കുറേ കേടുവന്ന് പോകും. അപ്പോൾ കൃഷിക്കാരന് ഇത് മുഴുവൻ ലാഭമെന്ന് കരുതരുത്. അതാണ് ഈ പണ്ടത്തെ പാട്ടിൽ പറയുന്നത്, വരവ് 8 ചിലവ് 10. ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ കണക്കും കൂട്ടിയിരുന്നിട്ടുണ്ടെങ്കിലേ ചിലവായിരിക്കും, വരവ് 8 ചിലവ് 10 ആയിരിക്കും. അപ്പോൾ കൃഷിക്കാരന് ഇതൊക്കെ ലാഭമല്ല. അവന് ചിലപ്പോൾ കിട്ടിയെങ്കിൽ കിട്ടി, ഇല്ലെങ്കിൽ പോയി. കണ്ടോ? അങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെയാണ് മണ്ണ് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. പുല്ല് ആദ്യം ചെത്തിയിടുക, അതിന് ശേഷം വീണ്ടും കുറേശ്ശെ മണ്ണ് അതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കുഴിയുടെ സൈഡിൽ നിന്നാണ് ഇതിപ്പോൾ ഞാൻ മുകളിൽ നിന്നാണ് വെട്ടുന്നത്. അത് കുറച്ച് മണ്ണ് അവിടെ കൂടുതലുള്ളവരാണ്. ഇല്ലെങ്കിൽ സൈഡിൽ ഇങ്ങനെ വെട്ടിയിടും. അങ്ങനെ കുഴിയുടെ വട്ടം കൂട്ടി ഇങ്ങോട്ട് വരണം. കണ്ടോ? ഇതുപോലെ. അപ്പോൾ ഇനി ഒരു 2 മാസം കഴിയുമ്പോൾ ആദ്യം ഇതുപോലെ പുല്ലൊക്കെ കുറച്ച് വളട, കുറച്ച് പുല്ല് ഇങ്ങനെ വെട്ടിയെടുക്കുക. അപ്പോൾ നമുക്കൊരു 100-150 രൂപയാണ് ചിലവുള്ള ആകെ. അപ്പോൾ ഇതുപോലെ നമുക്ക് അടിപൊളി നാടൻ ഏത്തക്കൊല